الله وبركاته. الحمد لله نحمده ونستعينه ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلله فلا هادي له ونشهد أن لا إله إلا الله وحده لا شريك له ونشهد أن محمدا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون. اللهم صل على سيدنا محمد وعلى آل سيدنا محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم في العالمين إنك حميد مجيد. اللهم رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقهوا قولي. إن أريد إلا الإصلاح ما استطعت وما توفيقي إلا بالله عليه توكلت وإليه أنيب. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. وما أبرئ نفسي إن النفس لأمارة بالسوء إلا ما رحم ربي إن ربي غفور رحيم. ബഹുമാന്യരായ വിശ്വാസികളെ, അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ കൽപ്പനകൾ ജീവിതത്തിലുടനീളം പാലിച്ചുകൊണ്ട് അവന്റെ വിധിവിലക്കുകളെ സൂക്ഷിച്ച് ജീവിക്കണമെന്ന് ആദ്യമായി എന്നോടും തുടർന്ന് എൻ്റെ സഹോദരങ്ങളോടും ഉപദേശിക്കുന്നു. നാം ഈ പറയുന്നതും കേൾക്കുന്നതും അല്ലാഹു സുബ്ഹാനഹു വ തആല ഒരു സ്വാലിഹായ സൽക്കർമ്മമാക്കി മാറ്റുമാറാകട്ടെ. എല്ലാ മനുഷ്യരും ജീവിത വിജയം ആഗ്രഹിക്കുന്നവരാണ്. വിശ്വാസികളാകട്ടെ അവിശ്വാസികളാകട്ടെ ജീവിത വിജയം കൊതിക്കാത്ത ഒരാളും നമ്മിലുണ്ടാവുകയില്ല. ഏതൊരു വിജയത്തിനു പിന്നിലും ചില അടിസ്ഥാന ഘടകങ്ങളുണ്ട്. അതിലൊന്നാമത്തത് നിയ്യത്താണ്, ഉദ്ദേശം. വിജയിക്കണം എന്ന ഉത്കടമായ അദമ്യമായ ആഗ്രഹം. 2 ലക്ഷ്യം, എന്ത് വിജയമാണ് കൈവരിക്കേണ്ടത് എന്നതിനെക്കുറിച്ചുള്ള വ്യക്തമായ കാഴ്ചപ്പാടും വിജയ നിർണയവും. 3 സമർപ്പണമാണ്, വിജയത്തിലേക്ക് എത്തിച്ചേരാനുള്ള നിരന്തരമായ അധ്വാന പരിശ്രമങ്ങൾ. ഉദ്ദേശവും ലക്ഷ്യവും സമർപ്പണവും മനുഷ്യനെ വിജയത്തിലെത്തിക്കുന്നു. അപ്പോൾ ജീവിത വിജയം ഉണ്ടാകണമെങ്കിൽ ജീവിതത്തെക്കുറിച്ച് വ്യക്തമായ ഒരു കാഴ്ചപ്പാടുണ്ടാകണം. ആ കാഴ്ചപ്പാട് സുദൃഢമായിരിക്കണം. ജീവിത ലക്ഷ്യം എന്താണെന്ന തിരിച്ചറിവുണ്ടാകണം. ആ ലക്ഷ്യത്തിൽ എത്തിച്ചേരാനുള്ള അധ്വാന പരിശ്രമങ്ങൾ ഉണ്ടാവണം. ഈ 3 ഘടകങ്ങളും സമന്വയിക്കുമ്പോൾ ഇൻഷാ അല്ലാഹ് ജീവിത വിജയം ഉണ്ടാകുന്നു. ആഗ്രഹങ്ങളും ലക്ഷ്യങ്ങളും പ്രവർത്തനങ്ങളും ഇല്ലാത്ത മനുഷ്യരില്ല. പക്ഷേ അതെത്രത്തോളം അവനെ ആത്യന്തികമായ പരമമായ ശാശ്വതമായ വിജയത്തിലേക്ക് നയിക്കുന്നു എന്നതാണ് പ്രധാനം. മനുഷ്യന്റെ കർമ്മങ്ങളാണ് അവന്റെ വിജയപരാജയങ്ങളെ നിശ്ചയിക്കുന്നത്. ഈ കർമ്മങ്ങളാകട്ടെ അവന്റെ ജീവിത വീക്ഷണവും അവന്റെ സ്വപ്നങ്ങളും അനുസരിച്ചിരിക്കുന്നു. വിശ്വാസികൾ പൊതുവെ ഇഹപര ജീവിത വിജയം എന്ന തത്വത്തിൽ ഒന്നാണെങ്കിലും ഐഹിക ജീവിത വീക്ഷണത്തെക്കുറിച്ചും പാരത്രിക വിജയത്തെക്കുറിച്ചുമുള്ള അവരുടെ കാഴ്ചപ്പാടുകളിൽ ഭിന്നമായ വ്യത്യാസമുണ്ട്. എന്നാൽ ഈ പ്രപഞ്ചത്തിന്റെ സൃഷ്ടാവായ അല്ലാഹു, മനുഷ്യന്റെ സൃഷ്ടാവായ അല്ലാഹു, മനുഷ്യന്റെ അസ്തിത്വത്തെക്കുറിച്ചും അവന്റെ ലക്ഷ്യത്തെക്കുറിച്ചും അവന്റെ പാരത്രിക വിജയത്തെക്കുറിച്ചും എന്താണ് നമ്മെ പഠിപ്പിച്ചിട്ടുള്ളത് എന്ന് വിശുദ്ധ ഖുർആനിന്റെയും തിരുസുന്നത്തിന്റെയും വെളിച്ചത്തിൽ ഇൻഷാ അല്ലാഹ് നമുക്ക് പരിശോധിക്കാം. അല്ലാഹു സുബ്ഹാനഹു വ തആല അവന്റെ മഹത്തായ ആസൂത്രണത്തിന്റെ ഭാഗമായി മനുഷ്യനെ മണ്ണിന്റെ സത്തയിൽ നിന്നും സൃഷ്ടിക്കുകയും ഭൂമിയിലേക്ക് തന്റെ പ്രതിനിധിയായി അവനെ നിയോഗിക്കുകയും ചെയ്തു. ഇന്നി ജാഇലുൻ ഫിൽ അർളി ഖലീഫ, നാം മനുഷ്യനെ നമ്മുടെ പ്രതിനിധിയായി നിയോഗിക്കുന്നു എന്ന് അല്ലാഹുവിന്റെ പ്രതിനിധിയാവുക എന്ന ദൗത്യം മനുഷ്യൻ സ്വയം ഏറ്റെടുത്തതാണ് എന്നാണ് വിശുദ്ധ ഖുർആൻ നമ്മെ പഠിപ്പിക്കുന്നത്. ഇന്ന അർളനൽ അമാനത അലസ് സമാവാതി വൽ അർളി വൽ ജിബാൽ, ആകാശഭൂമികളുടെയും പർവ്വതങ്ങളുടെയും മുമ്പിൽ ഈ വിശ്വസ്ത ദൗത്യം നാം വെച്ചുകൊടുത്തു.
അള്ളാഹുവിന്റെ പ്രതിനിധിയാവുക എന്ന ദൗത്യം. ഫഅബൈന അൻ യഹ്മിൽനഹ, അപ്പോൾ അത് ഏറ്റെടുക്കാൻ അവ വിസമ്മതിച്ചു. വഅഷ്ഫഖ്ന മിൻഹ, അവ അതിനെ ഭയപ്പെടുകയും ചെയ്തു. വഹമലഹൽ ഇൻസാൻ, എന്നാൽ മനുഷ്യൻ അത് ഏറ്റെടുത്തു. ഇന്നഹു കാന ളലൂമൻ ജഹൂല, തീർച്ചയായും അവൻ കൊടിയ അക്രമിയും തികഞ്ഞ അവിവേകിയുമായിരിക്കുന്നു എന്ന് ഖുർആൻ. സൃഷ്ടാവായ നാഥൻ സൃഷ്ടികളെ വിളിച്ചുകൂട്ടുന്നു. ഒരു ഭാഗത്ത് ആകാശവും ഭൂമിയും ഹിമാലയം പോലുള്ള മഹാപർവ്വതങ്ങളും നിൽക്കുന്നു. മറുഭാഗത്ത് കേവലം 5-6 അടി മാത്രം ഉയരമുള്ള മനുഷ്യനും. അള്ളാഹുവിന്റെ വിളംബരം നമ്മുടെ സൃഷ്ടികളിൽ ആർക്കെങ്കിലും ഒരമാനത്ത് നൽകാൻ നാം ഇച്ഛിക്കുന്നു. നമ്മെ അനുസരിക്കാനും ധിക്കരിക്കാനും നാം അവർക്ക് സ്വാതന്ത്ര്യം നൽകുന്നതാണ്. ഈ സ്വാതന്ത്ര്യം ഉപയോഗിക്കുന്നതിനു വേണ്ടി നമ്മുടെ എണ്ണമറ്റ സൃഷ്ടികളുടെ മേൽ അവർക്ക് വിപുലമായ അധികാരങ്ങളും മഹത്തായ യോഗ്യതകളും നൽകുന്നതാണ്. പിന്നീട് ഒരു നിശ്ചിത കാലയളവിനു ശേഷം നാം അവരെ ഒരുമിച്ച് കൂട്ടുകയും വിചാരണ നടത്തുകയും ചെയ്യും. നാം നൽകിയ സ്വാതന്ത്ര്യത്തെ ദുരുപയോഗപ്പെടുത്തുകയും നമ്മെ ധിക്കരിച്ച് ജീവിക്കുകയും ചെയ്യുന്നവർക്ക് മറ്റൊരു സൃഷ്ടികൾക്കും നൽകാത്തത്ര കൊടിയ ശിക്ഷയ്ക്ക് നാം വിധേയരാക്കും. നമ്മെ ഭയപ്പെടുകയും നമ്മെ അനുസരിക്കുകയും നമ്മോടുള്ള വിധേയത്വം മാത്രം തിരഞ്ഞെടുത്തവരെ മറ്റൊരു സൃഷ്ടികൾക്കും നൽകാത്തത്ര ഔന്നത്യങ്ങളിലേക്ക് നാം ഉയർത്തുകയും ചെയ്യും. ഇനി പറയുക, നിങ്ങളിൽ ആരാണ് ഈ പരീക്ഷണത്തിൽ ഏർപ്പെടാൻ തയ്യാറുള്ളവർ? സൃഷ്ടാവായ നാഥന്റെ ചോദ്യം. തമ്പുരാന്റെ ചോദ്യം കേട്ട് സൃഷ്ടികളിൽ അഖിലം ഒരു മൂകത പരക്കുന്നു. പിന്നീട് ഓരോരുത്തരായി മുന്നോട്ട് വന്നുകൊണ്ട് പറഞ്ഞു, ഞങ്ങളുടെ നാഥ, ഈ കൊടിയ പരീക്ഷണത്തിൽ നിന്നും ഞങ്ങളെ നീ അകറ്റി നിർത്തേണമേ. നിന്നെ ധിക്കരിക്കാനുള്ള സ്വാതന്ത്ര്യം വഹിച്ചുകൊണ്ട് നിന്നോടുള്ള ബാധ്യത നിറവേറ്റാനോ നിന്റെ ബാധ്യത ലംഘിച്ചാൽ നിന്റെ കൊടിയ ശിക്ഷ സഹിക്കാനോ ഉള്ള മനഃശക്തി ഞങ്ങൾക്കില്ല. അതുകൊണ്ട് ഞങ്ങളെ ഈ ദൗത്യത്തിൽ നിന്ന് ഒഴിവാക്കണമേ എന്ന് ഓരോ സൃഷ്ടികളും വന്നുകൊണ്ട് തമ്പുരാനായ നാഥനോട് പറയുന്നു. അപ്പോൾ മനുഷ്യൻ എഴുന്നേറ്റ് നിന്ന് പറയുന്നു, നാഥ, നിന്റെ ഈ പരീക്ഷണത്തിൽ ഏർപ്പെടാൻ ഞങ്ങൾ തയ്യാറാണ്. നിന്റെ ഉന്നതമായ പദവികളിൽ എത്തിച്ചേരാനുള്ള ആഗ്രഹം കൊണ്ട് നീ നൽകിയ സ്വാതന്ത്ര്യത്തിലും അധികാരത്തിലും ഒളിഞ്ഞുകിടക്കുന്ന അപകടങ്ങളെ ഞങ്ങൾ തരണം ചെയ്യും. അങ്ങനെ മനുഷ്യൻ അള്ളാഹുവിന്റെ ഖലീഫ എന്ന പദവി സ്വയം ഏറ്റെടുത്തു എന്ന് വിശുദ്ധ ഖുർആൻ. സൃഷ്ടാവായ നാഥനിൽ നിന്ന് അമാനത്ത് ഏറ്റെടുത്ത മനുഷ്യന് അള്ളാഹു ജ്ഞാനം നൽകുകയും അവനിൽ നിന്ന് അനുസരണ പ്രതിജ്ഞ വാങ്ങുകയും ചെയ്തു. വിശുദ്ധ ഖുർആൻ തന്നെ പറയട്ടെ, വഇദ് അഖദ റബ്ബുക മിൻ ബനി ആദമ മിൻ ദുഹൂരിഹിം ദുർരിയതഹും, നിന്റെ നാഥൻ ആദം സന്തതികളുടെ മുതുകുകളിൽ നിന്ന് അവരുടെ സന്താന പരമ്പരകളെ പുറത്തെടുക്കുകയും വഅഷ്ഹദഹും അലാ അൻഫുസിഹിം, അവരുടെ മേൽ അവരെ തന്നെ സാക്ഷിയാക്കുകയും ചെയ്ത സന്ദർഭം. അലസ്തു ബിറബ്ബിക്കും, അവൻ ചോദിച്ചു, നിങ്ങളുടെ രക്ഷിതാവ് ഞാനല്ലയോ? ഖാലൂ ബലാ, അവർ പറഞ്ഞു, അതെ. ഷഹിദിന, ഞങ്ങൾ സാക്ഷ്യം വഹിച്ചിരിക്കുന്നു. അൻ തഖൂലു യൗമൽ ഖിയാമത്തി ഇന്നാ കുന്നാ അൻ ഹാദാ ഗാഫിലീൻ, ഞങ്ങൾ ഇതിനെക്കുറിച്ച് അറിവില്ലാത്തവരായിരുന്നു എന്ന് നിങ്ങൾ അന്ത്യദിനത്തിൽ പറയാതിരിക്കാൻ വേണ്ടിയാണ് ഇങ്ങനെ ചെയ്തത് എന്ന് വിശുദ്ധ ഖുർആൻ സൂറ അൽ-അറാഫ് 172 സൂക്തം. ഈ ആയത്തിനെ വ്യാഖ്യാനിച്ചുകൊണ്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയിൽ നിന്ന് ഉബൈ ഇബ്നു കഅബ് റളിയല്ലാഹു അൻഹു റിപ്പോർട്ട് ചെയ്യുന്നു, അള്ളാഹു ഭൂമിയിലേക്കുള്ള മനുഷ്യന്റെ പ്രാതിനിധ്യം വിളംബരപ്പെടുത്തിയിട്ട് ലോകാവസാനം വരെയുള്ള ആദം സന്തതികളെ മുഴുവൻ ഒരുമിച്ച് കൂട്ടി. അവർക്ക് അള്ളാഹു അസ്തിത്വവും ബോധവും നൽകി. നമ്മെ തന്നെ സാക്ഷികളാക്കിക്കൊണ്ട് നമ്മിൽ നിന്നവൻ കരാർ വാങ്ങുകയുണ്ടായി. അള്ളാഹു ചോദിച്ചു, ഞാനല്ലയോ നിങ്ങളുടെ രക്ഷിതാവ്? ആദം സന്തതികൾ ഒന്നടങ്കം വിളിച്ചു പറഞ്ഞു, തീർച്ചയായും നീ തന്നെ. അള്ളാഹു പറഞ്ഞു, നിങ്ങളുടെ മേൽ ആകാശഭൂമികളെയും നിങ്ങളുടെ പിതാവായ ആദമിനെ തന്നെയും ഞാനിതാ സാക്ഷി നിർത്തുന്നു. നിങ്ങൾ നല്ലതുപോലെ അറിഞ്ഞുകൊള്ളുക, ഞാനല്ലാതെ ആരാധനയ്ക്കർഹനായി ഒരു നാഥനുമില്ല. അതുകൊണ്ട് എനിക്കൊരു പങ്കാളികളെയും നിങ്ങൾ സ്ഥാപിക്കരുത്. നിങ്ങൾ എന്നോട് ചെയ്ത ഈ ഉടമ്പടി അനുസ്മരിപ്പിക്കുന്ന എന്റെ ദൂതന്മാരെ നിങ്ങളിലേക്ക് ഞാൻ അയക്കും. എന്റെ ഗ്രന്ഥങ്ങൾ നിങ്ങളിൽ അവതരിപ്പിക്കുകയും ചെയ്യും. ഞങ്ങൾ ഇതൊന്നും അറിഞ്ഞിരുന്നില്ലെന്ന് പുനരുദ്ധാന നാളിൽ നിങ്ങൾ പറയാൻ ഇടയാകരുത്. അപ്പോൾ എല്ലാവരും പറഞ്ഞു, ഞങ്ങൾ സാക്ഷ്യം വഹിച്ചിരിക്കുന്നു, നീ മാത്രമാണ് ഞങ്ങളുടെ യജമാനൻ, നീയല്ലാതെ ഞങ്ങൾക്കൊരു റബ്ബുമില്ല, ഇലാഹുമില്ല. അങ്ങനെ അള്ളാഹുവിന്റെ പ്രാതിനിധ്യം സ്വയം ഏറ്റെടുത്ത് നാഥനിൽ നിന്ന് അനുസരണ പ്രതിജ്ഞയും വാങ്ങി ഭൂമുഖത്ത് നിലകൊള്ളുന്ന മനുഷ്യൻ. ആകാശഭൂമികൾ അവന് സാക്ഷി നിൽക്കുന്നു. എന്തിന്? സ്വന്തം ഉള്ളിന്റെ ഉള്ളിലുള്ള നഫ്സും അവന് സാക്ഷി നിൽക്കുന്നു.
ബലിൽ ഇൻസാനു അലാ നഫ്സിഹി ബസീറ എന്നല്ല, മനുഷ്യൻ തനിക്കെതിരെ തന്നെ ഒരു തെളിവാകുന്നു. വലൗ അൽഖാ മആദീറ, അവൻ എത്ര തന്നെ ഒഴിവുകഴിവുകൾ ബോധിപ്പിച്ചാലും ശരി. അതുകൊണ്ട് ഭൂമിയുടെ മടിത്തട്ടിൽ ശുദ്ധ പ്രകൃതിയോടെ പിറന്നു വീഴുന്ന ഓരോ ആണും പെണ്ണും സൃഷ്ടാവായ നാഥന്റെ പ്രതിനിധിയാണ്, അംബാസിഡറാണ്, ഖലീഫയാണ്. അള്ളാഹുവിന്റെ ഖലീഫയായ, അള്ളാഹുവിന്റെ പ്രതിനിധിയായ ഈ മനുഷ്യന്റെ ദൗത്യം എന്താണ്? ഇന്ത്യയിൽ നിന്ന് ഒരു പ്രതിനിധിയെ ഐക്യരാഷ്ട്ര സമ്മേളനത്തിന് അയച്ചാൽ ആ പ്രതിനിധിയുടെ കർത്തവ്യം എന്തായിരിക്കും? ഇന്ത്യൻ ഗവൺമെന്റിന്റെ നിലപാടുകളായിരിക്കും ആ അംബാസിഡർ ഐക്യരാഷ്ട്രസഭയിൽ അവതരിപ്പിക്കുക. അദ്ദേഹം നിലകൊള്ളുന്നതും ഇന്ത്യൻ ഗവൺമെന്റിന്റെ താൽപര്യമനുസരിച്ചായിരിക്കും, അല്ലെ? അപ്പോൾ മനുഷ്യൻ സകലാധിനാഥനായ സൃഷ്ടാവായ അള്ളാഹുവിന്റെ പ്രതിനിധിയാണെന്ന് പറയുമ്പോൾ നാം അതിന് എന്തർത്ഥം കൊടുക്കണം? പടച്ച തമ്പുരാന് പരമമായി അനുസരിച്ചുകൊണ്ട്, അവന് പരിപൂർണമായും സ്വയം സമർപ്പിച്ചുകൊണ്ട്, അവന്റെ താൽപര്യങ്ങൾക്കനുസരിച്ച് അവന് വഴിപ്പെട്ട് അവന് വിധേയനായി ഭൂമിയിൽ ജീവിക്കുക, അവന്റെ താൽപര്യങ്ങൾക്കൊത്ത് ഭൂമിയിൽ കർമ്മം ചെയ്യുക, ഭൂമിയെ ഐശ്വര്യസമ്പൂർണമാക്കി വരും തലമുറകൾക്ക് വേണ്ടി അതിനെ വാസയോഗ്യമാക്കുക. ഇതാണ് മനുഷ്യപുത്രന് ഈ ഭൂമിയിൽ നിർവഹിക്കാനുള്ളത്. വിശുദ്ധ ഖുർആൻ തന്നെ പറയട്ടെ, വമാ ഖലഖ്തുൽ ജിന്ന വൽ ഇൻസ ഇല്ലാ ലിയഅ്ബുദൂൻ, നമ്മെ അനുസരിച്ച് കീഴ്പ്പെടാൻ വേണ്ടിയല്ലാതെ മനുഷ്യവർഗത്തെയും ജിന്നുവർഗത്തെയും നാം സൃഷ്ടിച്ചിട്ടില്ല. പടച്ച തമ്പുരാന് പരിപൂർണമായും സമർപ്പിച്ചുകൊണ്ടുള്ള മനസ്സിന്റെയും ശരീരത്തിന്റെയും കീഴ്പ്പെടലിനാണ് ഇബാദത്ത് എന്ന് പറയുന്നത്. ഖുർആൻ വ്യാഖ്യാതാക്കളുടെ തലവനായ ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു ഈ ആയത്തിനെ വ്യാഖ്യാനിച്ചുകൊണ്ട് പറഞ്ഞു, വമാ ഖലഖ്തുൽ ജിന്ന വൽ ഇൻസ ഇല്ലാ ലിയഅരിഫൂൻ, അള്ളാഹുവിനെ അറിയാൻ വേണ്ടിയല്ലാതെ മനുഷ്യവർഗത്തെയും ജിന്നുവർഗത്തെയും സൃഷ്ടിച്ചിട്ടില്ല. പടച്ച തമ്പുരാന് പരിപൂർണമായും സമർപ്പിച്ച് ജീവിക്കണമെങ്കിൽ ആദ്യം ആ തമ്പുരാനെ അറിയണം. അറിവുകളിൽ ഏറ്റവും ഉത്തമം ലാ ഇലാഹ ഇല്ലല്ലാഹ്, അല്ലാഹു അല്ലാതെ ഒരു ഇലാഹില്ല എന്ന തിരിച്ചറിവാണ്. അല്ലാഹുവാണ് എന്റെ ഖാലിഖ്, അല്ലാഹുവാണ് എന്റെ മാലിക്, അല്ലാഹുവാണ് എന്റെ റാസിഖ്, അല്ലാഹുവാണ് എന്റെ ഹാക്കിം. ഈ തിരിച്ചറിവ് ജീവിതത്തിലെ ഓരോ നിമിഷവും അറിയാനും അനുഭവിക്കാനും കഴിയുന്നവർ ഭാഗ്യവാന്മാർ. അങ്ങനെ തമ്പുരാനെ അറിയുന്നവർക്ക് മാത്രമേ അവന് വിധേയനായി അവനെ വഴിപ്പെട്ട് ജീവിക്കാൻ സാധിക്കുകയുള്ളൂ. ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു തന്റെ ഈ വ്യാഖ്യാനത്തിന് തെളിവായി നൽകുന്നത് ഒരു ഖുദ്സിയായ ഹദീസാണ്. സൃഷ്ടിപ്പിന്റെ രഹസ്യം ഒരിക്കൽ അള്ളാഹു തന്റെ ഹബീബായ പ്രവാചകന് പറഞ്ഞുകൊടുത്തു. അള്ളാഹു പറയുകയാണ്, കുന്തു കൻസൻ മഖ്ഫിയ, മറച്ചുവെക്കപ്പെട്ട ഒരു നിധിയായിരുന്നു ഞാൻ. ഒരുപാട് ഹിജാബുകൾക്കുള്ളിൽ, ഒരുപാട് പർദ്ദകൾക്കുള്ളിൽ ഒളിപ്പിച്ചു വെക്കപ്പെട്ട ഒരു നിധി. ഫഅഹ്ബബ്തു അൻ ഉഖ്റഫ്, തിരിച്ചറിയപ്പെടാൻ ഞാൻ ആഗ്രഹിച്ചു. ഇതൊന്ന് പുറത്തറിയണമല്ലോ എന്ന് ഞാൻ ആഗ്രഹിച്ചു. അതെ, എന്റെ വഹദാനിയത്തിനെ കുറിച്ച്, എന്റെ റുബൂബിയത്തിനെ കുറിച്ച്, എന്റെ ഉലൂഹിയത്തിനെ കുറിച്ച്, എന്റെ മുലൂക്കിയത്തിനെ കുറിച്ച്, എന്റെ ജലാലിയത്തിനെയും എന്റെ ജമാലിയത്തിനെയും കുറിച്ച്, എന്റെ കുദറത്തിനെ കുറിച്ച്, എന്റെ ഇസ്മുകളെ കുറിച്ച്, എന്റെ അഅമാലുകളെ കുറിച്ച്, എന്റെ സിഫാത്തുകളെ കുറിച്ച്, എന്റെ ദാത്തിനെ കുറിച്ചുള്ള ചർച്ചകൾ ലോകത്തുണ്ടാവണം. അങ്ങനെ ഞാൻ എല്ലാവരാലും അറിയപ്പെടുന്ന ഒരാളായി മാറണം. ഫഅഹ്ബബ്തു അൻ ഉറഫ്, തിരിച്ചറിയപ്പെടാൻ ഞാൻ ആഗ്രഹിച്ചു. ഫഖലഖ്തുൽ ഖൽഖ, സൃഷ്ടികളെ ഞാൻ പടച്ചു. അങ്ങനെ മനുഷ്യനെ സൃഷ്ടിച്ചിട്ട് അള്ളാഹു എന്തു ചെയ്തു? മനുഷ്യന് മാർഗദർശനം നൽകാൻ പ്രവാചകന്മാരെ നിയോഗിക്കുകയും അവർക്ക് വേദഗ്രന്ഥങ്ങൾ അവതരിപ്പിക്കുകയും ചെയ്തു. എന്നിട്ടോ വഹദൈനാഹു നജ്ദൈൻ, അവന് നാം രണ്ട് വഴി കാണിച്ചു കൊടുത്തു. വഹദൈനാഹു സബീല ഇമ്മാ ഷാക്കിറൻ ഔ ഇമ്മാ കഫൂറ, ഒന്ന് പടച്ച തമ്പുരാന് പരിപൂർണമായും സമർപ്പിച്ച് അവന്റെ കൽപ്പനകൾക്ക് വിധേയരായി നിലകൊള്ളുന്ന നന്ദിയുള്ള ദാസന്മാരുടെ മാർഗം. മറ്റൊന്ന് പടച്ച തമ്പുരാനോടുള്ള ധിക്കാരത്തിന്റെ, നന്ദികേടിന്റെ, ലലാലത്തിന്റെ മാർഗം. എന്നിട്ട് അള്ളാഹു പറഞ്ഞു, വമൻ യഷ്കുർ, ആരെങ്കിലും നന്ദി കാണിച്ചാൽ ഫഇന്നമാ യഷ്കുറു ലിനഫ്സിഹി, സ്വന്തം നന്മയ്ക്ക് വേണ്ടി തന്നെയാണ് അവനത് ചെയ്തത്. വമൻ കഫറ, ആരെങ്കിലും നിഷേധിച്ചാൽ ഫഇന്നല്ലാഹ ഗനിയ്യുൻ ഹമീദ്, തീർച്ചയായും അള്ളാഹു അന്യാശ്രയമില്ലാത്തവനും സ്തുത്യർഹനുമാണ്. വമൻ യുസ്ലമ വജ്ഹഹു ലില്ലാഹി വഹുവ മുഹ്സിനുൻ, ആരെങ്കിലും സച്ചരിതനായി കൊണ്ട് അള്ളാഹുവിന് സ്വയം സമർപ്പിച്ചാൽ ഫഖദ് ഇസ്തംസക ബിൽ ഉർവത്തിൽ വുസ്ഖാ, തീർച്ചയായും അയാൾ മുറുകെ പിടിച്ചത് ഏറ്റവും ഉറപ്പുള്ള പിടിവള്ളിയിൽ തന്നെയാണ്. വമൻ കഫറ, ആരെങ്കിലും നിഷേധിച്ചാൽ പടച്ച തമ്പുരാനോടുള്ള അനുസരണത്തിന്റെ മാർഗത്തിൽ നിന്ന് പുറംതിരിഞ്ഞു നടന്നവന് നുമത്തിഅഹും കലീല, അല്പകാലം നാം അവർക്ക് സുഖാസ്വാദനത്തിന് അവസരം നൽകുകയും
സുമ്മ നളുതറൂഹും ഇലാ അദാബിൻ അലീൽ, പിന്നീട് നിസ്സഹായരാക്കിക്കൊണ്ട് കൊടും ശിക്ഷയിലേക്ക് നാം അവരെ തള്ളിവിടുന്നതാണ്. ഏതു വഴി തിരഞ്ഞെടുക്കാനും മനുഷ്യപുത്രന് സ്വാതന്ത്ര്യമുണ്ട്. അള്ളാഹു മനുഷ്യന് ബുദ്ധിയും വിവേകവും നൽകിയിട്ടുണ്ട്. അല്ലദീ ഖലഖൽ മൗത വൽ ഹയാത ലിയബ്ലുവകും അയ്യുകും അഹ്സനു അമല, മരണവും ജീവിതവും സൃഷ്ടിച്ചവനാണവൻ. കർമ്മനിർവഹണത്തിൽ നിങ്ങളിൽ ഏറ്റവും മികച്ചവരാരെന്ന് പരീക്ഷിച്ചറിയേണ്ടതിന് പടച്ച തമ്പുരാൻ മനുഷ്യനെ ഏൽപ്പിച്ച ദൗത്യം, അഥവാ മനുഷ്യൻ സ്വയം ഏറ്റെടുത്ത ദൗത്യം, അള്ളാഹുവിന്റെ പ്രാതിനിധ്യം വഹിച്ചുകൊണ്ട് ഭൂമിയിൽ കർമ്മം ചെയ്യുക എന്ന ദൗത്യം. ഈ ദൗത്യ നിർവഹണത്തിൽ മനുഷ്യൻ എത്ര കണ്ട് വിജയിച്ചുവെന്ന് പരീക്ഷിച്ചറിയുന്നതിന് ജീവിതവും മരണവും സൃഷ്ടിച്ച തമ്പുരാൻ, വമൽ ഹയാത്തി ദുനിയാ ഇല്ലാ മതാഉൽ ഉറൂർ, ഈ ഐഹിക ജീവിതം വഞ്ചനകളുടെ വിഭവമല്ലാതെ മറ്റൊന്നുമല്ല. ഇതാണ് മനുഷ്യാസ്തിത്വത്തെക്കുറിച്ചും മനുഷ്യ ജീവിതത്തെക്കുറിച്ചുമുള്ള വിശുദ്ധ ഖുർആനിന്റെ കാഴ്ചപ്പാടിന്റെ ഒരു ലഘുമുഖവുര. മനുഷ്യന്റെ പാരത്രിക വിജയത്തെക്കുറിച്ചുള്ള വിശുദ്ധ ഖുർആനിന്റെ നിലപാട് വ്യക്തമാകണമെങ്കിൽ വിശുദ്ധ ഖുർആനിലെ 91-ാം അധ്യായം സൂറത്തു ശംസിലെ 8 മുതൽ 10 വരെയുള്ള വാക്യങ്ങൾ പഠിച്ചാൽ മതിയാകും. അള്ളാഹു സൂര്യചന്ദ്രാദികളെ, രാപകലുകളെ, ആകാശഭൂമികളെ, മനുഷ്യ മനസ്സിനെ, അതിന് നൽകിയ ധർമാധർമ്മ ബോധത്തെ പിടിച്ച് സത്യം ചെയ്തുകൊണ്ട് പറയുന്നു, ഖദ് അഫ്ലഹ മൻ സക്കാഹ, തീർച്ചയായും മനസ്സിനെ സംസ്കരിച്ചവൻ വിജയിച്ചു. വഖദ് ഖാബ മൻ ദസ്സാഹ, അതിനെ മലിനമാക്കിയവൻ പരാജയപ്പെട്ടു. ആത്മവിശുദ്ധിയാണ്, ആത്മസംസ്കരണമാണ് മനുഷ്യനെ വിജയപ്രാപ്തനാക്കുന്നത് എന്ന് വിശുദ്ധ ഖുർആൻ. മനുഷ്യ മനസ്സിനെ അള്ളാഹു സൃഷ്ടിച്ചത് അതിൽ നന്മയുടെയും തിന്മയുടെയും കഴിവുകൾ നിക്ഷേപിച്ചുകൊണ്ടാണ്. നന്മയും തിന്മയും വേറിട്ട് മനസ്സിലാക്കാനുള്ള കഴിവ് അള്ളാഹു സുബ്ഹാനഹു വ തആല അതിന് നൽകിയിട്ടുണ്ട്. നന്മ തിന്മകളുടെ ഈ സംഘടനത്തിൽ നന്മയ്ക്കൊപ്പം നിന്ന് തിന്മയെ കീഴടക്കാൻ ശ്രമിക്കുന്നതിനാണ് വിശുദ്ധ ഖുർആന്റെ ഭാഷയിൽ തസ്കിയത്ത് അഥവാ സംസ്കരണം എന്ന് പറയുന്നത്. ജീവിത വിശുദ്ധിയിലൂടെ തഖ്വ കൈക്കൊണ്ടവർക്ക് മാത്രമേ മനസ്സംസ്കരണം സാധ്യമാവുകയുള്ളൂ. അങ്ങനെ സംസ്കരണം നേടിയെടുക്കേണ്ടതിന് മനുഷ്യൻ ചുരുങ്ങിയത് 3 ശക്തികളോട് ഏറ്റുമുട്ടണം. 1, മനുഷ്യ മനസ്സിൽ ദുർബോധനം നടത്തുന്ന പൈശാചിക ശക്തികളോട്. 2, സ്വന്തം ചുറ്റുപാടുകളോട്. 3, സ്വന്തം ദേഹേച്ഛയോട്. ഇവ 3ഉം മനുഷ്യനെ തിന്മയിലേക്ക് നയിക്കാൻ പ്രേരിപ്പിക്കുന്നതാണ്. ഇവ 3 പടവെട്ടി ജയിച്ചുകൊണ്ട് മാത്രമേ മനുഷ്യന് വിജയലക്ഷ്യത്തിൽ എത്തിച്ചേരാൻ സാധിക്കുകയുള്ളൂ. അമ്മാമൻ ഖാഫ മഖാമ റബ്ബിഹി, അപ്പോൾ ആർ തന്റെ നാഥന്റെ സന്നിധാനത്തെ ഭയപ്പെടുകയും വയഹൻ നഫ്സ അനിൽ ഹവാ, മനസ്സിനെ ദുർമോഹങ്ങളിൽ നിന്ന് അകറ്റി നിർത്തുകയും ചെയ്തുവോ ഫഇന്നൽ ജന്നത ഹിയൽ മഅവാ, അവന്റെ സങ്കേതം സ്വർഗം തന്നെയാണ്. അള്ളാഹുവിനെ ഭയന്നുകൊണ്ട് ഹവയിൽ നിന്ന്, ദേഹേച്ഛകളിൽ നിന്ന്, സ്വാർത്ഥ താൽപര്യങ്ങളിൽ നിന്ന് മനസ്സിനെ വിമലീകരിച്ച് തന്റെ തൃപ്തിയെ തന്റെ നാഥന്റെ തൃപ്തിയാക്കി മാറ്റിയ, അള്ളാഹുവിനെ പരിപൂർണമായും സമർപ്പിച്ച മനസ്സ്, അതാണ് വിശുദ്ധമായ സംതൃപ്തമായ മനസ്സ്. അങ്ങനെ ജീവിത വിശുദ്ധി നേടിയ ആത്മാവിനോടാണ് അതിന്റെ മരണവേളയിൽ പറയപ്പെടുക, യാ അയ്യതുഹൻ നഫ്സുൽ മുത്മഇന്ന, അല്ലയോ സംതൃപ്തി അടഞ്ഞ ആത്മാവേ, ഇർജിഇ ഇലാ റബ്ബികി റാളിയതൻ മർളിയ, സംപ്രീതനും പ്രീതിപ്പെട്ടവനുമായി നിന്റെ നാഥന്റെ അടുക്കലേക്ക് മടങ്ങി വന്നാലും, ഫദ്ഖുലി ഫീ ഇബാദി, എന്റെ ദാസന്മാരോടൊത്ത് പ്രവേശിച്ചാലും, വദ്ഖുലി ജന്നതി, എന്റെ സ്വർഗത്തിലേക്ക് കടന്നാലും. അവരെക്കുറിച്ചാണ് അള്ളാഹു പറഞ്ഞത്, റളിയല്ലാഹു അൻഹും വറളു അൻഹു, അവർ അള്ളാഹുവിൽ തൃപ്തിപ്പെട്ടു, അള്ളാഹു അവരിലും തൃപ്തിപ്പെട്ടു. മനുഷ്യനെ സംസ്കരിക്കാനും അതുവഴി അവനെ ശുദ്ധീകരിച്ച് അവന്റെ ആത്മാവിനെ വിമലീകരിക്കാനും വേണ്ടിയാണ് അള്ളാഹു സുബ്ഹാനഹു വ തആല പ്രവാചകന്മാരെ നിയോഗിക്കുകയും അവർക്ക് വേദഗ്രന്ഥങ്ങൾ നൽകുകയും ചെയ്തത്. മക്കയിലെ കഅബ മന്ദിരത്തിന്റെ അസ്ഥിവാരം പടുത്തുയർത്തവേ ഇബ്രാഹിം അലൈഹിസ്സലാമും മകൻ ഇസ്മായിൽ അലൈഹിസ്സലാമും നടത്തുന്ന പ്രാർത്ഥന വിശുദ്ധ ഖുർആൻ ഉദ്ധരിക്കുന്നു. റബ്ബനാ വബഅസ് ഫീഹിം റസൂലൻ മിൻഹും യത്ലു അലൈഹിം ആയാതിക വയുഅല്ലിമുഹുൽ കിതാബ വൽ ഹിക്മത വയുസക്കീഹിം. ഞങ്ങളുടെ നാഥ, നിന്റെ വചനങ്ങൾ കേൾപ്പിക്കുകയും ഗ്രന്ഥവും തത്വജ്ഞാനവും പഠിപ്പിക്കുകയും അവരെ സംസ്കരിക്കുകയും ചെയ്യുന്ന ഒരു ദൂതനെ അവരിൽ നിന്ന് നീ നിയോഗിക്കണമേ. ഇബ്രാഹിം അലൈഹിസ്സലാം പ്രാർത്ഥിച്ചത് മക്ക നിവാസികൾക്ക് അവരിൽ നിന്ന് തന്നെയുള്ള ഒരു പ്രവാചകനെ നീ നിയോഗിക്കണം, അവർക്ക് അദ്ദേഹം ഗ്രന്ഥവും തത്വജ്ഞാനവും പഠിപ്പിക്കണം. എന്തിന്? അവർ സംസ്കാര സമ്പന്നരാകാൻ,
അവർ വിവേകശാലികളാകാൻ, അവർ ജീവിത വിശുദ്ധിയുള്ളവരാകാൻ. അതുകൊണ്ട് മതത്തിന്റെ പരമമായ ലക്ഷ്യവും മതവിശ്വാസം കൊണ്ട് മനുഷ്യന് ലഭിക്കേണ്ട ഏറ്റവും വലിയ സൗഭാഗ്യവും മനുഷ്യാത്മാവിന്റെ സംസ്കരണമാണ്. അതാണ് അവനെ ആത്യന്തികമായ പരമമായ ശാശ്വതമായ വിജയത്തിലേക്ക് നയിക്കുന്നത്. വ്യക്തിശുദ്ധീകരണവും ആത്മസംസ്കരണവും ലക്ഷ്യം വെച്ചുകൊണ്ടാണ് ഇസ്ലാം ആരാധനകളെ ചിട്ടപ്പെടുത്തിയത്. നമസ്കാരവും നോമ്പും സകാത്തും ഹജ്ജുമെല്ലാം മനുഷ്യനെ സംസ്കരിക്കാനും അവനെ വിമലീകരിക്കാനുമാണ്. സത്യത്തിൽ വിശ്വസിക്കുന്ന, സൽക്കർമ്മങ്ങൾ അനുഷ്ഠിക്കുന്ന, സത്യവും ക്ഷമയും പരസ്പരം ഉപദേശിക്കുന്ന വ്യക്തികളുടെയും സമൂഹത്തിന്റെയും സൃഷ്ടിപ്പിന് വേണ്ടിയാണ് ഇസ്ലാം ആരാധനകൾ നിശ്ചയിക്കുകയും അവയ്ക്കൊരു സാമൂഹിക സ്വഭാവം നൽകുകയും ചെയ്തത്. പ്രിയമുള്ള സഹോദരന്മാരെ, നമ്മുടെ ആരാധനകൾ നമ്മുടെ ജീവിതത്തിൽ എന്ത് സ്വാധീനമാണ് ചെലുത്തുന്നത് എന്ന് നാം വിലയിരുത്തേണ്ടതുണ്ട്. നമ്മുടെ നമസ്കാരം നമ്മുടെ ജീവിത വിശുദ്ധി വർദ്ധിപ്പിക്കുന്നുണ്ടോ? നമ്മുടെ ശരീരവും ആത്മാവും അള്ളാഹുവോട് കൂടുതൽ തൃപ്തവും വിധേയവുമാവുന്നുണ്ടോ? നമ്മുടെ വീടിനുള്ളിൽ നിലനിൽക്കുന്ന സമാധാന അന്തരീക്ഷം മെച്ചപ്പെട്ടുവോ? അയൽപ്പക്ക ബന്ധങ്ങളിൽ എത്രത്തോളം നമുക്ക് സൂക്ഷ്മത പുലർത്താൻ കഴിയുന്നുണ്ട്? കുടുംബ ബന്ധങ്ങളിലെ സ്വരച്ചേർച്ചകൾ എത്രത്തോളം നമുക്ക് പരിഹരിച്ച് മുന്നോട്ട് പോകാൻ കഴിയുന്നുണ്ട്? നമ്മുടെ കച്ചവടത്തിൽ, നമ്മുടെ തൊഴിലിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് നിശ്ചയിച്ചു തന്ന നമ്മുടെ ഉപജീവന മാർഗത്തിൽ എത്രത്തോളം നമുക്ക് നീതി പുലർത്താൻ കഴിയുന്നുണ്ട്? സ്വന്തം സുഹൃത്തിന്റെ അല്ലെങ്കിൽ സ്വന്തം സഹോദരന്റെ ദുഃഖവും മനോവ്യഥയും എത്രത്തോളം നമുക്ക് അനുഭവേദ്യമാകുന്നുണ്ട്? ചുരുക്കത്തിൽ നമ്മുടെ ജീവിതത്തിന്റെ മുഴുവൻ മേഖലകളിലും വെളുപ്പിന് എഴുന്നേറ്റ് പല്ല് തേൽക്കുന്നത് മുതൽ രാത്രിയിൽ കിടന്നുറങ്ങുന്നതുവരെയുള്ള മുഴുവൻ ജീവിത വ്യവഹാരങ്ങളിലും സൃഷ്ടാവായ നാഥന്റെ കൽപ്പനകൾ പാലിച്ചുകൊണ്ട് നമുക്ക് ജീവിക്കാൻ കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇൻഷാ അല്ലാഹ് നമ്മുടെ ആരാധനകൾ ലക്ഷ്യം കണ്ടിരിക്കുന്നു. ആരാധനകളിലൂടെ ജീവിത വിശുദ്ധിയും സംസ്കരണവും നേടിയെടുക്കുന്നതിൽ ഇൻഷാ അല്ലാഹ് നാം വിജയിച്ചിരിക്കുന്നു. നമ്മുടെ ആരാധനകൾ വഴി ജീവിത വിശുദ്ധിയും സമാധാനവും ക്ഷമയും നമുക്ക് സ്വായത്തമാക്കാൻ കഴിയുന്നില്ലെങ്കിൽ നാം വഞ്ചിതരായി പോകും സഹോദരന്മാരെ. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരിക്കൽ സഹാബത്തിനോട് ചോദിച്ചു, അതദറൂന മനിൽ മുഫ്ലിസ്? എന്റെ സഹാബത്തെ, തുലഞ്ഞവൻ ആരെന്ന് നിങ്ങൾക്കറിയുമോ? സഹാബത്ത് പറഞ്ഞു, ഞങ്ങളുടെ കൂട്ടത്തിൽ തുലഞ്ഞവൻ ദിർഹമും ദീനാറുകളും ഇല്ലാത്തവനാണ്, അങ്ങനെ ജീവിതം വഴിമുട്ടി നിൽക്കുന്നവനാണ്. റസൂൽ പറഞ്ഞു, അല്ല, തുലഞ്ഞവൻ അവനാണ്. അവൻ നാളെ പരലോകത്ത് വരും, നമസ്കാരവുമായി, നോമ്പുമായി, ഹജ്ജുമായി. പക്ഷേ അവന്റെ ആരാധനകൾ അവന് പ്രയോജനപ്പെടുകയില്ല. അവൻ മനുഷ്യരോടുള്ള ബന്ധം നന്നാക്കാത്തവനാണ്. ജനങ്ങൾക്കിടയിൽ ഭിന്നിപ്പുണ്ടാക്കാൻ ശ്രമിച്ചവനാണവൻ. അസൂയയും പരദൂഷണവും പകയും കൊണ്ട് ഓടി നടന്നവനാണവൻ. അവൻ നമസ്കരിച്ചിട്ടുണ്ട്, പക്ഷേ അവൻ നോമ്പ് നോറ്റിട്ടുണ്ട്, പക്ഷേ അവൻ സകാത്ത് ചെയ്തിട്ടുണ്ട്, പക്ഷേ അവൻ ഹജ്ജ് ചെയ്തിട്ടുണ്ട്, പക്ഷേ അവന്റെ മീസാനിലൊന്നുമില്ല. വഅമ്മാമൻ ഖഫ്ഫത് മവാസീനുഹു, തൂക്കം കുറഞ്ഞു പോയവൻ, ഫഉമ്മുഹു ഹാവിയാഹ്, അവന് പോയി കിടക്കേണ്ട സ്ഥാനം നരകമാണ്. സഹജീവികളോടുള്ള ബന്ധം നന്നാക്കാത്ത, ആത്മസംസ്കരണം നേടിയെടുക്കാൻ സാധിക്കാത്ത വ്യക്തിയുടെ ആരാധന പാഴ്വേലയാണ് എന്നാണ് മതം പഠിപ്പിക്കുന്നത്. അതുകൊണ്ട് പ്രിയമുള്ള സഹോദരന്മാരെ, അള്ളാഹു നമുക്ക് രണ്ട് മാർഗങ്ങൾ കാണിച്ചു തന്നു. ഒന്ന് അള്ളാഹുവിന്റെ സച്ചരിതരായ ദൂതന്മാരുടെ മാർഗം, മറ്റൊന്ന് സത്യനിഷേധികളുടെ ധിക്കാരികളുടെ മാർഗം. സത്യപാത ഏതെന്ന് വിശുദ്ധ ഖുർആൻ നമുക്ക് പഠിപ്പിച്ചു തരുന്നു. വമാ ഉമിറു ഇല്ലാ ലിയഅ്ബുദുല്ലാഹ മുഖ്ലിസീന ലഹുദ്ദീൻ, വിധേയത്വം അള്ളാഹുവിന് മാത്രമാക്കി അവനെ മാത്രം വഴിപ്പെട്ട് നേർവഴിയിൽ ജീവിക്കാനല്ലാതെ നമ്മോട് കൽപ്പിക്കപ്പെട്ടിട്ടില്ല. അതാണ് ചൊവ്വായ ജീവിതക്രമം. ഇതല്ലാത്ത ഒരു ഷോർട്ട് കട്ടും ദീനിലില്ല. ഇസ്ലാമിൽ വേറെ ഒരു കുറുക്കു വഴികളുമില്ല. ഇബ്രാഹിം പ്രവാചകനോട് അള്ളാഹു പറഞ്ഞു, ഇത് ഖാല ലഹു റബ്ബുഹു, അദ്ദേഹത്തോട് തന്റെ നാഥൻ പറഞ്ഞപ്പോൾ, അസ്ലിം, ഇബ്രാഹിമെ നീ അനുസരിക്കുക, നീ സമർപ്പിക്കുക. ഖാല, ഇബ്രാഹിം അലൈഹിസ്സലാം മറുപടി പറഞ്ഞു, അസ്ലംതു ലിറബ്ബിൽ ആലമീൻ, ഞങ്ങൾ സർവ്വലോക രക്ഷിതാവായ അള്ളാഹുവിന് സമർപ്പിച്ചിരിക്കുന്നു. ഈ സമർപ്പണം ആ മഹാനായ പ്രവാചകന്റെ മുഴുവൻ ജീവിത മേഖലകളിലെയും സമർപ്പണമായിരുന്നു. അദ്ദേഹം തന്റെ നാഥനോട് ഏറ്റുപറയുന്നു, ഇന്ന സ്വലാത്തി വനുസുകി വമഹിയായ വമമാതി ലില്ലാഹി റബ്ബിൽ ആലമീൻ, എന്റെ നമസ്കാരവും എന്റെ ബലികർമ്മവും എന്റെ ജീവിതവും എന്റെ മരണവുമെല്ലാം പ്രപഞ്ചനാഥനായ അള്ളാഹുവിനാകുന്നു. ലാ ശരീക ലഹു വബിദാലിക ഉമിർതു, അവന് പങ്കുകാരില്ല, അവ്വിധമാണ് എന്നോട് കൽപ്പിക്കപ്പെട്ടിട്ടുള്ളത്. വഅന അവ്വലുൽ മുസ്ലിമീൻ, ഞാൻ അവനെ അനുസരിക്കുന്നവരിൽ ഒന്നാമനാകുന്നു.
ഈ അനുസരണമാണ്, ഈ അചഞ്ചലമായ സമർപ്പണമാണ് ഒരുവനെ മുസ്ലിമാക്കുന്നത്. തന്റെ ഇച്ഛയെ തന്റെ നാഥന്റെ ഇച്ഛയാക്കി മാറ്റുക, അതാണ് ഇബ്രാഹീമി മില്ലത്ത്. അന്ത്യപ്രവാചകനോട് പറയാൻ അല്ലാഹു ശ്വാസിച്ചു, ഇന്നി ഹദാനി റബ്ബി ഇലാ സിറാത്തിൻ മുസ്തഖീം, എന്റെ നാഥൻ ഉറപ്പായും എനിക്ക് നേർവഴി കാണിച്ചു തന്നിരിക്കുന്നു. ദീനൻ ഖയ്യിമൻ, വക്രതയതുമില്ലാത്ത മൃദുവായ മതം. മില്ലത്ത ഇബ്രാഹീമ ഹനീഫ, സത്യത്തിൽ നിലകൊണ്ട ഇബ്രാഹിം അലൈഹിസ്സലാമയുടെ മാർഗം. ഈ മാർഗത്തിലാണോ ഞാനും നിങ്ങളും നിലകൊള്ളുന്നത്? നാം ഈ മാർഗത്തിലാണ് നിലകൊള്ളുന്നതെങ്കിൽ അള്ളാഹു നമ്മെ പരീക്ഷിക്കുക തന്നെ ചെയ്യും. അഹസിബന്നാസു അൻ യത്റകൂ അൻ യഖൂലു ആമന്നാ വഹും ലാ യുഫ്തനൂൻ, ഞങ്ങൾ വിശ്വസിച്ചിരിക്കുന്നു എന്ന് പറഞ്ഞതുകൊണ്ട് മാത്രം നിങ്ങൾ വിട്ടയക്കപ്പെടുമെന്നും പരീക്ഷണ വിധേയരാവുകയില്ലെന്നും ജനങ്ങൾ ധരിച്ചു വെച്ചിരിക്കുകയാണോ? വലഖദ് ഫതന്നല്ലദീന മിൻ ഖബ്ലിഹിം ഫലയഅലമന്നല്ലാഹു അല്ലദീന സദഖൂ വലയഅലമന്നൽ കാദിബീൻ. എന്നാൽ നിങ്ങൾക്ക് മുമ്പ് കഴിഞ്ഞുപോയ സകല ജനങ്ങളെയും നാം പരീക്ഷിച്ചിട്ടുണ്ട്. സത്യവാൻമാരാരെന്നും വ്യാജന്മാരാരെന്നും അള്ളാഹുവിനെ തീർച്ചയായും കണ്ടറിയേണ്ടതുണ്ട്. അള്ളാഹു നമ്മളെ പരീക്ഷിക്കും. മറ്റൊരധ്യായത്തിൽ അം ഹസിബത്തും അൻ തദ്ഖുലുൽ ജന്ന, അല്ല വെറുതെ അങ്ങ് സ്വർഗത്തിൽ കടന്നു കളയാമെന്ന് നിങ്ങൾ വ്യാമോഹിക്കുന്നുവോ? വലമ്മാ യഅലമില്ലാഹു അല്ലദീന ജാഹദൂ മിൻകും വയഅലമസ് സ്വാബിരീൻ, അള്ളാഹുവിന്റെ മാർഗത്തിലുള്ള അധ്വാന പരിശ്രമങ്ങളിൽ ജീവാർപ്പണം ചെയ്തവരാരെന്നും അതിനുവേണ്ടി ക്ഷമിക്കുന്നവരാരെന്നും കണ്ടറിഞ്ഞിട്ടില്ലെന്നിരിക്കെ നിങ്ങൾ വെറുതെ അങ്ങ് സ്വർഗത്തിൽ പ്രവേശിച്ചു കളയാം എന്ന വ്യാമോഹത്തിലാണോ? ആരാണ് ദീനിന്റെ മാർഗത്തിൽ ത്യാഗനിർഭരമായ ദൗത്യമേറ്റെടുത്ത് മുന്നോട്ട് പോകുന്നവരെന്നും ആരാണ് പിന്മാങ്ങുന്നവരെന്നും അള്ളാഹുവിന് നന്നായി അറിയാം. അള്ളാഹു എല്ലാ രഹസ്യങ്ങളും അറിയുന്നവനാണ്. പക്ഷേ അത് കാര്യകാരണങ്ങളിലൂടെ ഭൂമുഖത്ത് തെളിയണം. മനുഷ്യന്റെ നിലപാടുകൾ അവന്റെ കർമ്മത്തിലൂടെ ഭൂമുഖത്ത് തെളിയണം. അങ്ങനെ ഒരു ചര്യ അള്ളാഹുവിനുണ്ട്. എന്തിലൊക്കെ പരീക്ഷണം ഉണ്ടാകും? വിശുദ്ധ ഖുർആൻ നമ്മെ പഠിപ്പിച്ചു. സമ്പത്ത് കൊണ്ടും സന്താനങ്ങൾ കൊണ്ടും പരീക്ഷിക്കപ്പെടാം, ഭയാശങ്കകളാൽ പരീക്ഷിക്കപ്പെടാം, ആത്മാഭിമാനം ചോദ്യം ചെയ്യപ്പെടാം, കടുത്ത രോഗവും പീഡയും ഉണ്ടാകാം, ക്ഷാമത്തിലൂടെയും ക്ഷേമത്തിലൂടെയും പരീക്ഷിക്കപ്പെടാം, ജീവനാശവും കൃഷിനാശവും ഉണ്ടാകാം, ഇസ്ലാമിൽ വിശ്വസിച്ചു എന്ന കാരണത്താൽ തന്നെയും പരീക്ഷിക്കപ്പെടാം. വിശ്വാസി സമൂഹം ശത്രുവിനെ ഭയന്നുകൊണ്ട് ജീവിക്കേണ്ട അവസ്ഥയുണ്ടാകാം. ഇതെല്ലാം പരീക്ഷണത്തിന്റെ വഴികളാണ്. പ്രിയമുള്ള സഹോദരന്മാരെ, നമ്മുടെ ജീവിതത്തിലെ ഓരോ നിമിഷവും നമുക്ക് പരീക്ഷണമാണ്. സുഖദുഃഖങ്ങൾ മാറി മാറി വരും, ഒന്ന് കഴിയുമ്പോൾ മറ്റൊന്ന്. ഈ പരീക്ഷണ ഘട്ടങ്ങളിലൊക്കെയും വിശ്വാസികൾ ക്ഷമിച്ച് സഹിച്ച് പിടിച്ചു നിൽക്കണം. ക്ഷമ കൊണ്ടും നമസ്കാരം കൊണ്ടും അള്ളാഹുവോട് സഹായം തേടാനാണ് വിശുദ്ധ ഖുർആൻ നമ്മെ പഠിപ്പിക്കുന്നത്. പ്രതിസന്ധി ഘട്ടങ്ങളിൽ ഉറച്ച ഈമാനോടെ ക്ഷമയോടെ സൃഷ്ടാവായ നാഥനിൽ സർവസ്വവും സമർപ്പിച്ച് അവന്റെ മാർഗത്തിലൂടെ മുന്നോട്ടു പോകാൻ കഴിയുന്നവർ ഭാഗ്യവാന്മാർ. വല്ലദീന ജാഹദൂ ഫീനാ ലനഹ്ദിയന്നഹും സുബുലനാ, നമ്മുടെ മാർഗത്തിൽ ത്യാഗ പരിശ്രമം ചെയ്തവനെ നാം നമ്മുടെ മാർഗത്തിലൂടെ നയിക്കുന്നതാണ് എന്ന് അല്ലാഹു. അടിമ തന്റെ നാഥന് കീഴ്പ്പെടുകയും അവന് തന്നെ സമർപ്പിക്കുകയും ചെയ്യുമ്പോൾ ഉടമയിൽ നിന്ന് അടിമയ്ക്ക് ലഭിക്കുന്ന ഏറ്റവും വലിയ ഔദാര്യമാണ് അള്ളാഹുവിന്റെ ഹിദായത്ത്. ഈ സന്മാർഗമാണ് സത്യവിശ്വാസികൾ കൊതിക്കേണ്ടതും ആഗ്രഹിക്കേണ്ടതും. ഇതുതന്നെയാണ് നാം ഓതിക്കൊണ്ടിരിക്കുന്ന സൂറത്തുൽ ഫാത്തിഹയുടെ താല്പര്യവും. ഇയ്യാക നഅ്ബുദു വ ഇയ്യാക നസ്തഈൻ, നിന്നെ മാത്രം ഞങ്ങൾ വഴിപ്പെടുകയും നിന്നോട് മാത്രം ഞങ്ങൾ കീഴ്പ്പെടുകയും ചെയ്യുന്നുവെന്ന്, നിന്നെ മാത്രം ഞങ്ങൾ വഴിപ്പെടുകയും നിന്നോട് മാത്രം ഞങ്ങൾ സഹായം തേടുകയും ചെയ്യുന്നുവെന്ന് അടിമ തന്റെ ഉടമയോട് ഏറ്റുപറഞ്ഞിട്ട് അടിമ ഉടമയോട് പ്രാർത്ഥിക്കുന്നത് എന്താണ്? ഇഹ്ദിന സിറാത്തൽ മുസ്തഖീം, ഞങ്ങളുടെ നാഥ നീ ഞങ്ങൾക്ക് നേരായ മാർഗം കാട്ടിത്തരണമേ. ഈ സന്മാർഗമാണ് ഉടമയിൽ നിന്ന് അടിമകൾക്ക് ലഭിക്കേണ്ട ഏറ്റവും വലിയ പാരിതോഷികവും സമ്മാനവും. കാരണം അള്ളാഹുവിന്റെ സഹായവും കാരുണ്യവും കൊണ്ടല്ലാതെ, അവന്റെ മാർഗദർശനം കൊണ്ടല്ലാതെ അമ്മാറത്തുകളിൽ നിന്ന്, ദേഹേച്ഛകളിൽ നിന്ന്, വ്യാമോഹങ്ങളിൽ നിന്ന് നഫ്സിനെ ശുദ്ധീകരിക്കാൻ നമുക്ക് കഴിയുകയുള്ളൂ. അള്ളാഹുവിന്റെ സഹായം കൊണ്ട് മാത്രമേ നഫ്സിന്റെ അമ്മാറത്തുകളെ നമുക്ക് കഴുകിക്കളയാൻ സാധിക്കുകയുള്ളൂ. അതുകൊണ്ടാണ് യൂസുഫ് അലൈഹിസ്സലാമിന്റെ നാവിലൂടെ അള്ളാഹു നമ്മെ പഠിപ്പിച്ചത് മുഖദ്ദിമയിൽ ഓതിവെച്ച ആയത്ത്, വമാ ഉബർരിഉ നഫ്സി, ഞാൻ എന്റെ മനസ്സ് കുറ്റമറ്റതാണെന്ന് ഒരിക്കലും അവകാശപ്പെടുന്നില്ല. ഇന്നൻ നഫ്സ ലഅമ്മാറത്തും ബിസ്സൂഇ ഇല്ലാ മാ റഹിമ റബ്ബി, നിശ്ചയമായും മനുഷ്യ മനസ്സ് തിന്മകൾക്ക് വളരെയേറെ പ്രേരണ നൽകുന്നതാണ്. ഇല്ലാ മാ റഹിമ റബ്ബി, എന്റെ നാഥൻ കരുണ ചെയ്ത ആത്മാവൊഴികെ, എന്റെ നാഥൻ കരുണ ചെയ്തവരുടേതൊഴികെ. മനസ്സിന്റെ ദുഷ്പ്രേരണകളിൽ നിന്ന് നഫ്സിനെ ശുദ്ധീകരിക്കണമെങ്കിൽ ആദ്യം
തൗഹീദ് കൽബിൽ ഉറയ്ക്കണം. ലാ ഇലാഹ എന്ന അവസ്ഥയിൽ നിന്നും ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന അവസ്ഥയിലേക്ക് നാം കൽബിനെ പരിവർത്തിപ്പിക്കണം. എന്താണ് ലാ ഇലാഹ എന്ന അവസ്ഥ? ലാ ഇലാഹ എന്ന അവസ്ഥ ഇലാഹില്ലാത്ത അവസ്ഥ. ഇലാഹില്ലാത്ത അവസ്ഥയിൽ ഇലാഹാവുക ദേഹേച്ഛകളും ഞാനെന്ന ഭാവവുമായിരിക്കും. ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന അവസ്ഥയോ അല്ലാഹു അല്ലാതെ വഴിപ്പെടാൻ വേറെ ഇലാഹില്ല എന്ന അവസ്ഥ. കാര്യങ്ങൾ തീരുമാനിക്കുന്നത് ഞാനാണ് എന്ന അവസ്ഥയിൽ നിന്ന് കാര്യങ്ങൾ തീരുമാനിക്കുന്നതിന്റെ ഉടമയായ അല്ലാഹുവാണ് എന്ന ബോധ്യം കൽബിന് വന്നു കിട്ടണം. ഞാൻ ആരുടെ അടിമയാ? അല്ലാഹുവിന്റെ അടിമ. അപ്പോൾ ഞാൻ ആരുടെ താല്പര്യമനുസരിച്ചാണ് കാണേണ്ടത്? അല്ലാഹുവിന്റെ താല്പര്യമനുസരിച്ചാണ് കാണേണ്ടത്. ഞാൻ ആരുടെ താല്പര്യമനുസരിച്ചാണ് കേൾക്കേണ്ടത്? അല്ലാഹുവിന്റെ താല്പര്യമനുസരിച്ചാണ് കേൾക്കേണ്ടത്. ഞാൻ ആരുടെ താല്പര്യമനുസരിച്ചാണ് സംസാരിക്കേണ്ടത്? അല്ലാഹുവിന്റെ താല്പര്യമനുസരിച്ചാണ് സംസാരിക്കേണ്ടത്. ചുരുക്കത്തിൽ എന്റെ ഇഷ്ടം ആരുടെ ഇഷ്ടമായി മാറണം? അല്ലാഹുവിന്റെ ഇഷ്ടമായി മാറണം. നമ്മുടെ ജീവിതത്തിന്റെ മുഴുവൻ മേഖലകളും അല്ലാഹുവിന്റെ താല്പര്യമനുസരിച്ചാവണം, അല്ലാഹുവിന്റെ ഇഷ്ടമനുസരിച്ചാവണം. അവനാണ് എന്നെ സൃഷ്ടിച്ചത്. കാരണം അവനാണ് എന്നെ സൃഷ്ടിച്ചത്. അവനാണ് എന്റെ ഖാലിഖ്, എന്റെ സൃഷ്ടാവ് അവനാണ്. അവനാണ് എന്റെ മാലിക്, എന്റെ രാജാവ് അവനാണ്. അവനാണ് എന്റെ റാസിഖ്, എന്റെ അന്നദാതാവ് അവനാണ്. അവനാണ് എന്റെ ഹാക്കിം, എന്റെ വിധി നിർണയിക്കുന്നത് അവനാണ്. അല്ലദീന ആമനു അശദ്ദു ഹുബ്ബൻ ലില്ലാഹ്, സത്യവിശ്വാസികൾ അല്ലാഹുവിനെ അതികലശലായി സ്നേഹിക്കുന്നു എന്ന് പറഞ്ഞതിന്റെ താല്പര്യം അതാണ്. തന്റെ ഇഷ്ടത്തെ തന്റെ നാഥന്റെ ഇഷ്ടമാക്കി മാറ്റുക. മനസ്സിനെ ഞാൻ എന്റേത് എന്ന അവസ്ഥയിൽ നിന്നും അല്ലാഹുവിന്റെ അടിമ അല്ലാഹുവിന്റേത് എന്ന അവസ്ഥയിലേക്ക് കൽബിനെ പരിവർത്തിപ്പിക്കണം. ഞാൻ ആരാ? അബ്ദുല്ലാഹ്, അല്ലാഹുവിന്റെ അടിമ. ഞാൻ ആരുടെയാ? ഇന്നാ ലില്ലാഹ്, അല്ലാഹുവിങ്കിൽ നിന്നും. ഇന്നാ ലില്ലാഹി വ ഇന്നാ ഇലൈഹി റാജിഊൻ, ഞങ്ങൾ അല്ലാഹുവിങ്കിൽ നിന്നുള്ളവരാണ്, ഞങ്ങളുടെ മടക്കവും അവനിലേക്ക് തന്നെയാണ്. അപ്പോ ഉപ്പയും ഉമ്മയും ഭാര്യയും മക്കളും സഹോദരങ്ങളും ഒക്കെ ആരാ? അതൊക്കെയും അല്ലാഹു എനിക്ക് നൽകിയ അമാനത്തുകളാണ്, അനുഗ്രഹങ്ങളാണ്. ഈ യാഥാർത്ഥ്യം കൽബിൽ ഉറയ്ക്കണം. ഈ യാഥാർത്ഥ്യബോധം വന്നു കിട്ടണമെങ്കിൽ തൗഹീദ് കൽബിൽ ഉറയ്ക്കണം. തൗഹീദ് കൽബിൽ പതിയണമെങ്കിൽ അള്ളാഹുവിനെ കുറിച്ചുള്ള ഇൽമ് കൽബിൽ ഉറയ്ക്കണം. അള്ളാഹുവിന്റെ ഇസ്മുകളെ കുറിച്ച്, അവന്റെ ഫിഅലുകളെ കുറിച്ച്, അവന്റെ സിഫാത്തുകളെ കുറിച്ച്, അവന്റെ ദാത്തിനെ കുറിച്ച് അറിയുകയും അനുഭവിക്കുകയും വേണം. അതുകൊണ്ടാണ് ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു തന്റെ തഫ്സീറിൽ രേഖപ്പെടുത്തിയത്, വമാ ഉബർരിഉ നഫ്സി വമാ ഖലഖ്തുൽ ജിന്ന വൽ ഇൻസ ഇല്ലാ ലിയഅരിഫൂൻ, അള്ളാഹുവിനെ അറിയാൻ വേണ്ടിയല്ലാതെ മനുഷ്യവർഗത്തെയും ജിന്നുവർഗത്തെയും സൃഷ്ടിച്ചിട്ടില്ല. അതുകൊണ്ട് ലാ ഇലാഹ ഇല്ലല്ലാഹ്, അല്ലാഹുവാണ് എന്റെ നാഥൻ, അല്ലാഹുവാണ് എന്റെ ഇലാഹ് എന്ന തിരിച്ചറിവ് ജീവിതത്തിലെ ഓരോ നിമിഷവും അറിയുകയും അനുഭവിച്ചുകൊണ്ടും മാത്രമേ നഫ്സിനെ അമ്മാറത്തുകളിൽ നിന്ന്, ദുർമോഹങ്ങളിൽ നിന്ന്, ദേഹേച്ഛകളിൽ നിന്ന്, സ്വാർത്ഥ താല്പര്യങ്ങളിൽ നിന്ന് നമുക്ക് ശുദ്ധീകരിക്കാൻ കഴിയുകയുള്ളൂ. അങ്ങനെ മനസ്സിനെ ശുദ്ധീകരിക്കാൻ കഴിഞ്ഞവരാണ് വിജയികൾ എന്ന് ഖുർആൻ. ഖദ് അഫ്ലഹ മൻ തസക്ക, വിശുദ്ധി വരിച്ചവൻ വിജയിച്ചു, വിശുദ്ധി വരിച്ചവൻ വിജയിച്ചു. ഇതാണ് പാരത്രിക വിജയത്തെക്കുറിച്ചുള്ള വിശുദ്ധ ഖുർആനിന്റെ കാഴ്ചപ്പാടിന്റെ ഒരു മുഖവുര. എന്റെ പ്രിയമുള്ള സഹോദരന്മാരെ, ഞാൻ എന്റെ സംസാരം അവസാനിപ്പിക്കുന്നു വിശുദ്ധ ഖുർആനിലെ ഒരു സൂറത്ത് ഉദ്ധരിച്ചുകൊണ്ട്. അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം, ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം, വൽ അസ്രി ഇന്നൽ ഇൻസാന ലഫീ ഖുസ്ർ ഇല്ലല്ലദീന ആമനു വഅമിലുസ് സ്വാലിഹാത്തി വതവാസൗ ബിൽ ഹഖ് വതവാസൗ ബിസ് സബ്ർ. വൽ അസ്ർ, കാലത്തെ കൊണ്ട് തന്നെ സത്യം. ഇന്നൽ ഇൻസാന ലഫീ ഖുസ്ർ, മനുഷ്യൻ തീരാ നഷ്ടത്തിലാണ്. ഇല്ലല്ലദീന ആമനു, സത്യത്തിൽ വിശ്വസിച്ചവരൊഴികെ. വഅമിലുസ് സ്വാലിഹാത്തി, സൽപ്രവർത്തികൾ ചെയ്തവരൊഴികെ. വതവാസൗ ബിൽ ഹഖ് വതവാസൗ ബിസ് സബ്ർ, സത്യവും ക്ഷമയും പരസ്പരം ഉപദേശിക്കുകയും ചെയ്തവരൊഴികെ. സത്യത്തിൽ വിശ്വസിക്കുകയും സൽക്കർമ്മങ്ങൾ അനുഷ്ഠിക്കുകയും സത്യവും ക്ഷമയും പരസ്പരം ഉപദേശിക്കുകയും ചെയ്തവരൊഴികെ മനുഷ്യൻ തീരാ നഷ്ടത്തിലാണ്. സത്യം കാലത്തെ കൊണ്ട് സത്യം. അതുകൊണ്ട് എന്റെ പ്രിയമുള്ള സഹോദരന്മാരെ, നമ്മിൽ നിന്ന് വന്നുപോയിട്ടുള്ള വീഴ്ചകളെ കരുണക്കടലായ തമ്പുരാൻ പുറത്തു മാപ്പാക്കി തരുമാറാകട്ടെ. മനസ്സിനെ ശുദ്ധീകരിച്ച് ഇബ്രാഹീമി മില്ലത്തിൽ ജീവിച്ച് ജീവിതത്തിൽ വരുന്ന പരീക്ഷണങ്ങളെ ക്ഷമയോടെ, സഹനത്തോടെ, സമചിത്തതയോടെ നേരിട്ട് സത്യപാതയിൽ ഉറച്ചു നിൽക്കാൻ അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് തൗഫീഖ് നൽകുമാറാകട്ടെ.